ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫോർട്ട് കൊച്ചി പോവുകയാണ്. ഫോർട്ട് കൊച്ചി പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഫോർട്ട് കൊച്ചിക്ക് പോവുകയാണ്. പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോർട്ട് കൊച്ചി വെളിയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ മരം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ വലിയ മരത്തിലാണ് ന്യൂ ഇയറിന് വെളി ഗ്രൗണ്ടിൽ ഡെക്കറേറ്റ് ചെയ്യണ മരമാണ് കേട്ടോ ഗൈസ്. അത് ഇപ്പം നമ്മൾ നേരെ പോയി പട്ടാളം റോഡ് വഴിയാണ് നമ്മൾ പോകണം. ഈ റോഡിൻ്റെ പേരാണ് പട്ടാളത്തേക്ക് പോകുന്ന റോഡെന്നേ പറയുള്ളൂ. രണ്ട് റോഡുണ്ട്, അപ്പുറത്തൊരു റോഡുണ്ട്, ഇപ്പുറത്തൊരു റോഡുണ്ട്. ഫോർട്ട് കൊച്ചിക്ക് നമ്മൾ ഇപ്പുറത്തെ റോഡ് വഴിയാണ് പോകുന്നത്. ഇതാകുമ്പോൾ തിരക്കും കുറവായിരിക്കും, പിന്നെ നല്ല സുഖമാണ് പോകാൻ വേണ്ടി. അപ്പുറത്ത് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ നമുക്കൊന്ന് കണ്ട് പോവാം. അപ്പോൾ ഈ കാണുന്നത് പോകുന്ന വഴിയിലുള്ള ഒരു ആലാണ്. അതിൽ നിന്ന് ഇങ്ങനെ കുറേ ഇങ്ങനെ താഴത്തേക്ക് വള്ളി പോലെയൊക്കെ തൂങ്ങണം. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഫോർട്ട് കൊച്ചിയാണ്. ഫോർട്ട് കൊച്ചിയിൽ ഈ ഭാഗം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂ ഇയറിന് പപ്പാഞ്ഞിനെ ഉണ്ടാക്കി വെക്കുന്ന സ്ഥലമുണ്ട്. ഇത് ആ സമയമാകുമ്പോൾ ഇവിടെ കരയായിരിക്കും. ഇപ്പോൾ വെള്ളമൊക്കെ കയറി കിടക്കണേ. ഇപ്പോൾ കരയൊന്നും ഇല്ല. ആ സമയത്ത് കടൽ പിറകോട്ടിറങ്ങും, അപ്പം കരയായിരിക്കും. അപ്പോൾ ഇവിടെയാണ് എല്ലാ കൊല്ലവും ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ നടക്കണേണ്. ഇത് ഫോർട്ട് കൊച്ചിയിലെ പഴയ സ്ട്രീറ്റാണ് ഇതൊക്കെ. ഇവിടേക്ക് ഉള്ളതെല്ലാം പഴയ കെട്ടിടങ്ങൾ, എല്ലാം റിസോർട്ടും ഹോം സ്റ്റേസൊക്കെയാണ് കേട്ടോ. പഴയ ഹോം സ്റ്റേസൊക്കെ. ഇത് നല്ല ഭംഗിയുള്ളൊരു സ്ട്രീറ്റാണ്. അപ്പം നമ്മൾ ഈ സ്ട്രീറ്റിൽ കൂടെയാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫോർട്ട് കൊച്ചിയിൽ തന്നെ വളരെ പഴക്കം ചേർന്നൊരു ഗ്രൗണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രൗണ്ടിലേക്കാണ് ഫോർട്ട് കൊച്ചിയിൽ കാർണിവൽ വന്ന് എല്ലാ ഫ്ലോട്ടും വന്ന് എൻഡാവുന്ന ഒരു ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. ഭയങ്കര പഴയ ഗ്രൗണ്ടാണ് കേട്ടോ. ഇപ്പോൾ അതൊക്കെ മോഡിഫൈ ചെയ്ത് വരുന്നുണ്ട്. അവിടെ തന്നെ സ്ട്രീറ്റിലായിട്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഈ ടൂറിസ്റ്റുകാരെ ബേസ് ചെയ്തിട്ടുള്ള ഷോപ്സൊക്കെയാണ്. ഇതാണ് ഫോർട്ട് കൊച്ചിയുടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വാസ്കോ ഡി ഗാമ പള്ളിയാണിത്. ഇവിടെയാണ് വാസ്കോ ഡി ഗാമ അടക്കം ചെയ്ത സ്ഥലം. ഇത് സമയമുണ്ട് കേട്ടോ. ഇത് അകത്തൊക്കെ കയറിയാൽ നല്ല ഭംഗിയായിരിക്കും. പഴയ രീതിയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പള്ളിയാണ്. അകത്ത് നല്ല ഭംഗിയാണ്. പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോയി. ഇപ്പം നമ്മൾ ഫോർട്ട് കൊച്ചി എത്തി. ഫോർട്ട് കൊച്ചിയിൽ നമ്മളിങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ ദൂരെ കാണുന്നതാണ് വല്ലാർപാടം ടെർമിനലാണത്. ഈ വരുന്നത് നമ്മുടെ വാട്ടർ മെട്രോയാണ്. വാട്ടർ മെട്രോൻ്റെ ആ ഒരു ജെട്ടിയുള്ള അതിൻ്റെ തൊട്ട് പറ്റലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വാട്ടർ മെട്രോ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് എറണാകുളം ടു ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ ആണ്. അപ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ആ ബോട്ട്. ഇപ്പുറത്തുനിന്ന് വേറൊരു ഷിപ്പും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് ഷിപ്പാണെന്ന് എനിക്കറിയില്ല, പക്ഷെ വേറൊരു ഷിപ്പും കൂടെ ഇപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. അപ്പം ഞാൻ കുറേ നേരമായിട്ട് വാട്ടർ മെട്രോ തന്നെ നോക്കിക്കൊണ്ടിരിക്കണതുകൊണ്ട് കണ്ടില്ല. പെട്ടെന്നാണ് ഷിപ്പ് ഞാൻ കണ്ടത്. വാട്ടർ മെട്രോ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇപ്പുറത്തുനിന്ന് ഷിപ്പ് വന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ജെട്ടിയിൽ അടുക്കാൻ തന്നെ കേട്ടോ. അപ്പം നമ്മളതിങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കണമായിരുന്നു. അപ്പോഴാണ് ഇപ്പുറത്തെ ഷിപ്പ്, അത് കുറച്ച് ഭാഗം ഷിപ്പിൻ്റെ കിട്ടിയുള്ളൂ. അപ്പോഴത്തേക്ക് ഷിപ്പ് കവറായി പോയായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ആ കിട്ടിയ ഷോട്ട്സ് എടുത്ത് വെച്ചതാണ്. ഇതാണ് ആ ഷിപ്പ്. ഏത് ഷിപ്പാണെന്ന് എനിക്ക് അറിയില്ല. കോസ്റ്റ് ഗാർഡിൻ്റെ ആണെന്ന് തോന്നുന്നു, ഉറപ്പില്ല കേട്ടോ. ഏതായാലും ഞാൻ എടുത്തെന്നിട്ട് ഞാൻ കുറച്ച് നേരവും കൂടി ഈ വാട്ടർ മെട്രോ വന്ന് അടുക്കണതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കണമായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തിരക്ക് ഉള്ള സമയമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലോക്കിലൊക്കെ കിടക്കാതെ വേഗം എറണാകുളത്ത് എത്താൻ പറ്റിയൊരു മാർഗ്ഗം കൂടിയാണിത്. ഇവിടെ ഇത് വന്നേ പിന്നെ മിക്കവരും തന്നെ എറണാകുളത്ത് പോകാൻ വാട്ടർ മെട്രോ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കാര്യം പെട്ടെന്ന് എത്താമല്ലോ, നമുക്ക് പെട്ടെന്ന് പോയി വരികയും ചെയ്യാം. അപ്പം നമ്മൾ കുറച്ചധികം നേരം ഇത് തന്നെ നോക്കി നിൽക്കുന്നത്. പയ്യെ എടുക്കാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ അത് കാരണം പയ്യെ അടുപ്പിക്കുള്ളൂ. പിന്നെ അതുപോലെ നല്ല പായലുണ്ട് കേട്ടോ ഗൈസ്. അത് ഭയങ്കരമായിട്ട് പായൽ കയറി കിടക്കണം. ഇപ്പം ഭയങ്കര പായലിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ പായലാണ്. അപ്പോൾ വരുന്നവരൊക്കെ സൂക്ഷിക്കുക. പായലിൽ പാമ്പുണ്ടാവും. അപ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിറങ്ങുക. പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറിയിട്ട് ചീനമലയൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ മാറി
നമ്മൾ ചീനവലയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്ത ശേഷം പിന്നെ കുറച്ച് നേരം കൂടി നമ്മളവിടെ കാറ്റൊക്കെ കൊണ്ട് നിന്നതിന് ശേഷം നമ്മൾ തിരിച്ചു പോരുമ്പോൾ ഒരുപാട് ഹോം സ്റ്റേസ് കാണാം. ഇതിലൊരു ഹോം സ്റ്റേയിലാണ്, ഓൾഡ് ഹാർബർ എന്ന് പറഞ്ഞ ഹോം സ്റ്റേയിലാണ് പ്രേം സിനിമ ഷൂട്ട് ചെയ്തത്. നല്ല ഭംഗിയാണ് കേട്ടോ. അവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. തിരിച്ചു പോരുമ്പോൾ ഇല്ലേ, ഓരോ മതിലുകളിലും സ്കൂൾ അടുത്തുണ്ടെന്ന് കാണിക്കുന്ന പിക്ചേഴ്സൊക്കെ ഉണ്ട് പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോണത് ബസിലിക്ക പള്ളിയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചൊരു പള്ളിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ. അത് കപ്പലിൻ്റെ മുകളിലുള്ളൊരു ഹോം സ്റ്റേ ആണ്. അത് കഴിഞ്ഞ് നമ്മളൊരു ചായ കുടിച്ചു. ഞാൻ ആ ട്രീയുടെ പിക്ചേഴ്സ് ഇവിടെ അറ്റാച്ച് ചെയ്തേക്കാമേ. പിന്നെ കുറച്ച് കാർണിവലിൻ്റെ പിക്ചേഴ്സ്. അപ്പോൾ ഇതൊരു ചെറിയ ബ്ലോഗറിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.